മലപ്പുറം ചങ്ങരംകുളം ഉദിനുപറമ്പിൽ സംഘർഷം. കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നടുവില വളപ്പിൽ സുബൈറിനാണ് വെട്ടേറ്റത്. സംഘർഷം തടയാനെത്തിയ റാഫി, ലബീബ് എന്നിവർക്കും പരിക്കേറ്റു. 3 പേരെ ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് പിന്നിൽ ലഹരി സംഘമാണെന്നാണ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക്. അവിടെ എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് വണ്ടിയായിട്ട് ഞങ്ങളെ വണ്ടി തട്ടി ബൈക്ക് 2-3 ബൈക്ക് തട്ടിയിട്ട് മറ്റവനെ ഒരുത്തനെ കൊല്ലാൻ നോക്കി. അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ അടിക്കണം, വാളായിട്ട് വെട്ടി. ആ വെട്ടി തടഞ്ഞതാണ്. പിന്നെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഇതിൽ അടിച്ച് ഇതാണ് സംഭവം. അവിടെ ഭയങ്കര ലഹരിയുടെ ഭയങ്കര കുത്തകை കഴിക്കണം. ഒരു നിവൃത്തില്ല ജീവിക്കാൻ. ഇനി പോലീസുകാരും സപ്പോർട്ടുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഓന് വെല്ലുവിളിക്കുക നമ്മളെ, പോലീസുകാർ ഒന്നും ചെയ്യില്ല. അരവിന്ദൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരവിന്ദൻ, എപ്പോഴായിരുന്നു ഈ ഒരു സംഘർഷം ഉണ്ടായത്? എന്തായിരുന്നു കാരണം? ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. ആലങ്കോട് ഉദിനിപ്പറമ്പിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. മദ്യലഹരിയിലെത്തിയ ഒരു കൂട്ടം യുവാക്കൾ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് വാക്കുതർക്കം ഉടലെടുത്തു. തുടർന്നാണ് വാളുമായി വെട്ടിയത്. കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുബൈറിനാണ് വെട്ടേറ്റത്. ഇത് തടയാനെത്തിയവർക്കാണ് പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ ഇരുമ്പ് പൈപ്പ് കൊണ്ടും മറ്റും അടിക്കുകയായിരുന്നു. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ലഹരി സംഘത്തിന്റെ പിടിയിലാണെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള സംഘർഷം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുബൈറിന്റെ പരിക്ക് തലയിൽ 9ഓളം സ്റ്റിച്ച് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിക്ക് ഗുരുതരമല്ല. ചങ്ങനാശ്ശേരി സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്.